5,95,000 റുപ്പീസിൻ്റെ സ്കോളർഷിപ്പ് വിന്നറാണ് താങ്കൾ. ബികോം കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. MBA പോവാം, പക്ഷെ ഒരു പ്രാക്ടിക്കൽ ബിസിനസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇപ്പോൾ നീന്തൽ പഠിക്കുന്ന പോലെ ചാടിയിട്ട് തന്നെ പഠിക്കണം. ഖത്തറിലേക്ക് പോകുന്ന സമയത്ത് ആ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന സമയത്ത് അതിനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറ്റ് ദ പീക്ക്, ഒരു ക്രൈസിസിൻ്റെ പീക്കായിരുന്നു. ബിഫോർ CDA അബ്ദുറഹ്മാൻ എന്ന ഓൺട്രപ്രണർ എങ്ങനെയായിരുന്നു, ആഫ്റ്റർ CDA നിന്ന് ഇറങ്ങുമ്പോൾ അബ്ദുറഹ്മാൻ എന്ന ഓൺട്രപ്രണറിൽ എന്ത് മാറ്റാണ് അത് ഉണ്ടാകുന്നത്? ഇത് ഒരു ഭയങ്കര മൈനർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എൻ്റെ ഒരു കരിയർ ആണെന്നുണ്ടെങ്കിലും എൻ്റെ ബിസിനസ്സിലേക്കാണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത്. എൻ്റെ 3 മാസത്തെ സമയം ചെറിയൊരു പൈസ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ലൈക്ക് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. The winner is Abdul Rahman. ഹായ്, 5,95,000 റുപ്പീസിൻ്റെ സ്കോളർഷിപ്പ് നേടി ഖത്തറിൽ നിന്നും CDA കൊച്ചി വഴി മുംബൈയിലേക്ക് പറക്കുന്ന അബ്ദുറഹ്മാനാണ് എൻ്റെ കൂടെ ഉള്ളത്. ആരാണ് അബ്ദുറഹ്മാൻ? എന്തൊക്കെയായിരുന്നു അബ്ദുറഹ്മാൻ? എങ്ങനെയാണ് ഇനി അബ്ദുറഹ്മാൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഹായ് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ, ഖത്തറിൽ നിന്നാണ് ആക്ച്വലി നിങ്ങൾ CDA കൊച്ചിയിലേക്ക് നമ്മുടെ 3 മാസത്തെ പ്രോഗ്രാമിന് വേണ്ടി വന്നത്. ഇന്നിതാ അടുത്ത മാസം മുംബൈയിലേക്ക് പറക്കാണ്. 5,95,000 റുപ്പീസിൻ്റെ സ്കോളർഷിപ്പ് വിന്നറാണ് താങ്കൾ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ജേണി അല്ലെങ്കിൽ CDA കൊച്ചിയിലേക്ക് എത്തിയതും ആരാണ് യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ? ഖത്തറിൽ ഒരു ക്രൈസിസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എൻ്റെ ഫാമിലി ബിസിനസ് ആയിരുന്നു. പക്ഷേ കുറച്ച് ക്രൈസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫാമിലി ബിസിനസ് ക്രൈസിസിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫറൂഖ് കോളേജിലായിരുന്നു പഠിച്ചത്. അങ്ങനെ ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്തു. അത് 1-2 വർഷം അവിടെ ടീമുണ്ടായിരുന്നു, പക്ഷേ ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നില്ല, ഒരു സിസ്റ്റത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ക്യാഷ് ഫ്ലോ പ്രശ്നം, ഡെയിലി ഓപ്പറേഷൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു പോയത്. അങ്ങനെ അവിടെ പോയി കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി. നമ്മളെ ഗൈഡ് ചെയ്യാൻ 1-2 ആൾക്കാരുണ്ടായിരുന്നു പണ്ട് നമ്മൾ സ്റ്റാഫുകളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനിയിലില്ല, പക്ഷേ അവരൊക്കെ നല്ല രീതിയിലുള്ള ഗൈഡൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബികോം പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ബിസിനസ് ഇൻഡെപ്ത് എങ്ങനെയാണ് ഒരു പാർട്ട്ണറുടെ അടുത്ത് എങ്ങനെ നമുക്ക് കണക്ക് അവതരിപ്പിക്കാൻ പറ്റും, ഒരാളുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ പിച്ച് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ഖത്തറിന്ന് കിട്ടി. നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഖത്തറിലേക്കൊക്കെ പോകാറുള്ളത് ഡിഗ്രി കഴിഞ്ഞു, വളരെ സേഫായിട്ടൊരു ഫാമിലി ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിലേക്കുള്ളൊരു പറന്നു പോകാനാണ് സാധാരണ ഉള്ളത്. അബ്ദുറഹ്മാൻ തുടങ്ങിയത് തന്നെ ക്രൈസിസിലേക്കാണ് പോയത് എന്നുള്ളതാണ്. ഫറൂഖ് കോളേജിൽ നിന്നുള്ള പഠനം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ പോകുന്നത് പ്രയാസത്തിലുള്ള പ്രശ്നത്തിലുള്ള ഒരു ബിസിനസ്സിനെ ശരിയാക്കി എടുക്കുക എന്നുള്ള ദൗത്യത്തിലേക്കാണ്. ശരിയായോ ബിസിനസ്? എന്നിട്ട് ഇപ്പം അൽഹംദുലില്ലാഹ് ബിസിനസ് ഒരു സ്റ്റഡി ഗ്രോത്തിലേക്ക് 15% ഇയർലി ഗ്രോത്തിലേക്ക് ഇപ്പം കടന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഖത്തറിൽ സബ്ജി മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയാം, അവിടെ ജനറൽ ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ അത് പണ്ട് വലിയപ്പോൾ പോയി സ്റ്റാർട്ട് ചെയ്ത ഷോപ്പായിരുന്നു. പിന്നീട് കുറച്ച് ക്രൈസിസ് വന്നു. ഖത്തർ, ദുബായ്, സൗദി, ആ ഒരു വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ക്രൈസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് നമുക്ക് നമ്മളെ കമ്പനീനെ അത് സാരമില്ലാതെ ബാധിച്ചു. ഖത്തറും പ്രയാസത്തിലാണ്, നിങ്ങളുടെ ബിസിനസ്സിലും പ്രയാസത്തിലാണ്. ആ സമയത്താണ് നിങ്ങളുടെ എൻട്രി. അതെ, ആ സമയത്തായിരുന്നു എൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു. ഉപ്പേരും ചോദിച്ചത് എങ്ങനെ ലൈക്ക് പോകാൻ പറ്റുമോ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എനിക്ക് എന്തായാലും പണ്ട് മുതലേ ബിസിനസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. കരിയർ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ബിസിനസ് ചെയ്ത്, അപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പോയത്. 3 വർഷക്കാലത്തെ ഖത്തറിലെ ബിസിനസ്സിൻ്റെ ഒരു ഫ്രൂട്ട് ഈറ്റിങ്ങിലേക്ക് ബിസിനസ് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളായിരുന്നു ആ ബിസിനസ്സിന് ഉണ്ടായിരുന്നത്, അതെല്ലാം മാനേജ് ചെയ്ത് അതിനകത്തു നിന്നുള്ളൊരു ഗ്രോത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് ഈറ്റിംഗ് സമയത്താണ് നിങ്ങൾ ആ ബിസിനസ്സിൽ നിന്നും ആ ഒരു ഫുൾ ടൈം CDAയുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്കൊക്കെ വരുന്നത്. ആ ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? ആക്ച്വലി ട്രഡീഷണൽ ബിസിനസ് നമ്മളൊരു ഷോപ്പായിരുന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സും ഇതും തമ്മിൽ ഒരുപാട് വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഫോർമുല ഞാൻ ആലോചിച്ചു. ഫോർമുല ഭയങ്കര സിമ്പിളാണ്. 0 ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ ലൈക്ക് സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. പിന്നെ ഓപ്പറേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇയാളുടെ ഒരു അധ്വാനം മാത്രമാണ്. കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ ഒരു ട്രഡീഷണൽ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ന് എനിക്ക് കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ഇ-കൊമേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാശ്മീർ വരെ അത് ഡെലിവർ ചെയ്യാം.
ഇതാണ് ഓപ്പർച്യൂണിറ്റി. നേരെ മറിച്ച് എനിക്കൊരു ട്രഡീഷണൽ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈറ്റ്ലയിലാണ് എൻ്റെ ഷോപ്പ് എന്നുണ്ടെങ്കിൽ ഒരു കലൂർ റേഡിയസിൽ നിന്ന് മാത്രമേ എനിക്ക് ആൾ വരുള്ളൂ. ആ ഒരു ലിമിറ്റേഷൻസും ശരിക്കും ഒരു ട്രിഗർ പോയിന്റ് ആയിരുന്നു. ആ ഒരു ലിമിറ്റേഷനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇ കൊമേഴ്സ് എന്നുള്ള രീതിയിൽ ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് CDA എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് എത്തിയത് ആക്ച്വലി. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അത്തരമൊരു പുതിയ ബിസിനസ്സിലേക്ക്, കഴിഞ്ഞ ബിസിനസ്സിലെ പരാജയങ്ങൾ, ആ ബിസിനസ്സിലെ ക്രൈസിസ്, അതിനകത്തുള്ള ലേണിങ്സ്, ഇനി അങ്ങനെ സംഭവിക്കാതെ ഒരു ബിസിനസ് ചെയ്യണം. പ്രോഫിറ്റിൽ നിങ്ങൾ വളരെയധികം നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചൊക്കെ ബോധേഡായി, അല്ലെങ്കിൽ ഓപ്പറേഷണൽ എക്സ്പെൻസിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ലോങ് റണ്ണിൽ ഓപ്പർച്യൂണിറ്റീസിൽ ഒരുപാട് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തണം എന്ന തീരുമാനത്തിൽ നിന്നായിരുന്നു CDAയുടെ മാർക്കറ്റിംഗ് പ്രോഗ്രാമിലേക്ക് പോയത്. ഇ കൊമേഴ്സിലെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനെപ്പറ്റി A to Z അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ള കൂടുതൽ ആഴത്തിൽ പഠിച്ച സമയത്താണ് മനസ്സിലായത് ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിംഗ് സൈഡിൽ ഏറ്റവും നന്നായിട്ട് ആ ഒരു നീഷ് മാത്രം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിലുണ്ട് എന്നുള്ളത് ഞാൻ നോക്കി. പുറത്ത് പഠിക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഒരു ഓർഗാനിക്കായിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് കാലമായിട്ട് നിതാഷ മാമിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ CDA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ വന്നു. ഒരുപാട് അതർ ഏജൻസീസ് ഉണ്ട്, പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഒരു ഏജൻസി ബേസ്ഡ് ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി, അവരുടെ പ്രോസസ്സ് എന്താണ്, ലൈക്ക് നമ്മളൊരു ബുക്കിൽ നിന്ന് പഠിക്കുന്ന ഒരു കണ്ടന്റ് മാത്രമല്ല നമ്മൾ ശരിയായിട്ടുള്ള പഠനം. നമ്മളവിടെ പോയി അവിടെ നിന്ന് ഉള്ള ആളുകളുടെ അവരുടെ സ്റ്റാഫ് എങ്ങനെയാണ്, അവരുടെ ടീം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അവരെങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്നത്, അവരെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അവിടെ പോയി അവരെ പ്രോസസ്സ് കാണാനും മനസ്സിലാക്കാനൊക്കെ അതിനൊക്കെ വേണ്ടിയായിരുന്നു CDA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ആ 3 മാസക്കാലം? 3 മാസക്കാലം ഒരുപാട് ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. മെയിൻലി എന്നെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി 0 ആയിരുന്നു. ഞാൻ ഒരു ഫറൂഖ് കോളേജ് BCom ഹോൾഡറാണ്. അപ്പോൾ നമ്മൾ ഫൈനാൻസിനെ പറ്റിയായിരുന്നു കൂടുതലും പഠിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ടെക്നിക്കലി നമ്മൾ പഠിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ടീം, നമ്മളെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അതേ വേവ് ലെങ്തിൽ ചിന്തിക്കാൻ പറ്റിയ, എന്നെപ്പോലെ തന്നെ ഒരു ബിസിനസ് റൺ ചെയ്ത് തിരിച്ചു വന്ന് പിന്നെ ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ഒരു ഇന്നോവേഷൻ സൈറ്റിലേക്കൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓഫ് കോഴ്സ് അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഈ രീതിയിൽ ഒരു മറയില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. ഒരു ക്ലയൻറ്റ് എങ്ങനെ പിച്ച് ചെയ്യാം, അവിടുന്ന് തുടങ്ങി ഒരു പ്രോപ്പർ ഒരു ഇ കൊമേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഡീപ്പ് ഇൻസൈറ്റ് ഈ ഒരു കോഴ്സ് കഴിയാൻ പോകുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആസ് എ ബിസിനസ് ഓണർ ഞാൻ വളരെ ഷാർപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ 3 മാസക്കാലത്തെ നിങ്ങളൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഇത് ഒരു ഭയങ്കര മൈനർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എൻ്റെ ഒരു കരിയർ ആണെന്നുണ്ടെങ്കിലും എൻ്റെ ബിസിനസ്സിലേക്കാണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത്. എൻ്റെ 3 മാസത്തെ സമയവും ചെറിയൊരു പൈസ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ലൈക്ക് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം 144 crore ആളുകളുള്ള രാജ്യമാണ്. 120 കോടി ആളുകളും മൊബൈൽ യൂസേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കിടക്കുന്നതെന്നുള്ളത്. സോ 3 മാസത്തെ ടൈമും എൻ്റെ ഒരു ചെറിയ പൈസയും ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇനി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിൽ അബ്ദുറഹ്മാൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ബിസിനസ് ക്രൈസിസിലാവുന്ന സമയത്ത് ശരിക്കും ആ ബിസിനസ്സിന് എന്തായിരിക്കും നമ്മളതിനൊന്ന് ഓവർകം ചെയ്യുന്നതിൽ ചെയ്യേണ്ട ഒരു കാര്യം? ഞാൻ അവിടെ പോയ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറ്റ് ദ പീക്ക്, ഒരു ക്രൈസിസിൻ്റെ പീക്കായിരുന്നു. ഒരു ക്രൈസിസിനെ എങ്ങനെ നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവായി ചിന്തിക്കാം, ഏത് രീതിയിലാണ് ഇപ്പോൾ എന്താണ് നമ്മളുടെ പ്രശ്നം എന്നുള്ള മനസ്സിലാക്കുക. സെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സെയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ എന്താണോ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും ഒരു സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് പരാജയപ്പെടുന്നത് അതിൻ്റെ ക്യാഷ് ഫ്ലോയിലും അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിങ്ങിലൊക്കെ ആണ്. അതെ, പ്രയാസത്തിലുള്ളൊരു ബിസിനസ്സിന് നമ്മൾ പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത്, അതോ ടീമിനെ ആഡ് ചെയ്യണോ വേണ്ടത്, ഇൻഫ്ര ബിൽഡ് ചെയ്യണോ വേണ്ടത്, എന്താണൊരു ഒറ്റ വാക്കിലെ സൊല്യൂഷൻ? ഒറ്റ വാക്കിൽ
സൊല്യൂഷൻ എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ സ്റ്റിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു വലിയ ഫാക്ടറാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് നിറയ്ക്കാൻ പറ്റില്ല, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല, ടീമിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റർ എടുത്ത് പറയാൻ പറ്റണം, നമുക്ക് ഇന്ന ലെഗസി ഉണ്ട്, പക്ഷേ ഇപ്പം കുറച്ച് കഷ്ടത്തിലാണ്, ബട്ട് സ്റ്റിൽ ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതെനിക്ക് ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര മന്ത്ലി എനിക്ക് ഇത്ര റിട്ടേൺസ് തരാൻ പറ്റുന്നുള്ള ആ ഒരു റിസ്ക് ടേക്കിംഗ് അവിടെ ആരംഭിക്കുന്ന റിസ്ക് ടേക്കിംഗ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റർ എടുത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ക്രെഡിബിലിറ്റിയും ചിലപ്പം ഇത് നമ്മൾ പറയുന്ന വാക്ക് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയ റിസ്ക് ടേക്കിംഗ് ആണ്. കാരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കോൺഫിഡൻ്റ് സംസാരിക്കുക, എങ്ങനെ അവർക്കൊരു പ്രോപ്പറായിട്ട് എത്ര റവന്യൂ റിട്ടേൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അതും എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണം. നമ്മൾ ക്രൈസിസിലാണോ എന്നുള്ള അവർ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ സ്ട്രാറ്റജിക്കായിട്ട് ഓരോ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് ആഡ് ചെയ്യുന്നതായിക്കോട്ടെ, എക്സ്പെൻസ് കുറയ്ക്കുന്നതായിക്കോട്ടെ, നിലവിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുള്ള സ്റ്റോറിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു ബിസിനസ് ആവശ്യമുള്ള ആ ഒരു റിട്ടേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ ബിസിനസ്സിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിച്ചിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാണ്ട് ഇങ്ങനെ നടത്തും. പക്ഷെ ആ ഒരു സംഭവം പിന്നീട് ഉണ്ടായിട്ടില്ല. നമുക്ക് ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, ബിസിനസ് റവന്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓപ്ഷൻ. അപ്പോൾ ആ രീതിയിൽ ക്ലോസ് ചെയ്യേണ്ടത് ക്ലോസ് ചെയ്ത് എവിടെയാണോ ഇപ്പോൾ ഒരൊറ്റ സ്റ്റോറിൻ്റെ അണ്ടറിൽ തന്നെ എങ്ങനെ 1-2 വാനും അതേപോലെ തന്നെ ട്രക്കും ഇട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. ക്ലിയർ ആണ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യണം. അബ്ദുറഹ്മാൻ എന്നുള്ള ഒരു ഓൺട്രപ്രണർ ഇത്രയും അധികം ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് പോയി. മാർക്കറ്റിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബിസിനസ്സിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ 3 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഒരു 3 മാസത്തെ കാലത്തെ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടി പറയുമ്പോൾ ബിഫോർ CDA അബ്ദുറഹ്മാൻ എന്നൊരു ഓൺട്രപ്രണർ എങ്ങനെയായിരുന്നു, ആഫ്റ്റർ CDA നിന്ന് ഇറങ്ങുമ്പോൾ അബ്ദുറഹ്മാൻ എന്നൊരു ഓൺട്രപ്രണറിൽ എന്ത് മാറ്റമാണ് അത് ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിഗ് ആക്സസ് ആണ് ഇപ്പം കിട്ടിയിട്ടുണ്ടത്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ എക്യുപ്ഡ് ആണ്. ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടീം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ടെക്നിക്കൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോളജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെയധികം എക്യുപ്ഡ് ആണ്. നമ്മളിനി 11 മാസത്തെ ഒരു മുംബൈ എക്സ്പോസറിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയാം. ഏഷ്യയിലെ തന്നെ നമ്പർ 1 അക്കാഡമി ആയിട്ടുള്ള IIDയിലെ ഫുൾ സ്കോളർഷിപ്പ് വിന്നറായിട്ടാണ് അബ്ദുറഹ്മാൻ പോകുന്നത്. എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇനിയുള്ള 11 മാസത്തെ കാലത്ത് ഒരു എക്സ്പീരിയൻസ് ലേണിംഗ് എക്സ്പീരിയൻസിലേക്ക് പോകുന്ന സമയത്തുള്ളത്? മെയിനായിട്ട് ബിസിനസ്സിൽ നമുക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നല്ല നെറ്റ്വർക്ക് വേണം, നല്ല ഐഡിയാസും കാര്യങ്ങളും ക്രിയേറ്റീവ് സൈഡൊക്കെ ഓണാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ അങ്ങനത്തെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു റിയാലിറ്റി ഹിറ്റ് ചെയ്ത സമയത്താണ് ഇതെൻ്റെ മുന്നിലൊരു ക്വസ്റ്റൻ ആയിരുന്നു. എനിക്ക് ബിസിനസ് തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് പഠിക്കാൻ പോകണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ മുന്നിലൊരു വലിയ ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ രീതിയിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടൈം ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളെ തന്നെ ചിലപ്പം ലിമിറ്റ് ചെയ്യേണ്ടി വരും പല കാര്യത്തിലും. അപ്പോൾ എന്തുകൊണ്ടും എക്സ്പോസ്ഡ് ആവാന്നുള്ള എക്സ്പോഷർ മാക്സിമം ലൈക്ക് ഇന്ത്യയിൽ മുംബൈ പോലത്തെ ഒരു സിറ്റിയിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ആയിരിക്കില്ല നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ആഡഡ് എക്സ്പോഷറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. റിയാലിറ്റി ഹിറ്റാണ് ശരിക്കും അവിടെ പോകണമെന്നുണ്ടായിരുന്നത്. നേരത്തെ ഞാൻ IID പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് തൽക്കാലം ഒന്ന് പെൻഡിങ്ങിൽ വെച്ചതാണ്. പിന്നെ ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻസ് ഒക്കെ പക്കയാണ്, പ്രോപ്പറാണ്. ഡെയിലി വാട്സപ്പിൽ നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളും വരും. അപ്പോൾ ആ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും പിന്നെ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പും കൂടി കിട്ടിയപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ വിത്തൗട്ട് യു നിങ്ങളുടെ ബിസിനസ് റൺ ആവുന്നുണ്ട്. നിങ്ങളൊരു ഡ്രീം പ്ലേസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്പേസിലേക്ക് നിങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളുടെ FMCG ആണെന്നുണ്ടെങ്കിലും e-commerceകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏജൻസി എക്സ്പോസറൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നൊരു സിറ്റിയും അങ്ങനെയുള്ളൊരു സ്പേസിലേക്കുമാണ് അബ്ദുറഹ്മാൻ CDA ത്രൂ പോകുന്നത്. ഏതായാലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് CDA. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന, ഒരുപാട് പേർക്ക് ഇനിയും ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ക്രൈസിസിൽ കൂടുതൽ
ഊർജ്ജസ്വലനായി കോൺഫിഡൻസോടുകൂടി റിസ്ക് എടുത്തുകൊണ്ട് കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്താണ് സക്സസ് എന്ന് കിടക്കുന്നത്. അബ്ദുറഹ്മാൻ ആഗ്രഹിച്ചതും അബ്ദുറഹ്മാൻ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു വലിയ സ്പേസിലേക്ക് അദ്ദേഹം പോവുകയാണ്. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.